ഗൈസ്, നിങ്ങൾ പോളണ്ടിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എംബസിയിൽ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഒരിക്കലും നിങ്ങൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ പോളണ്ട് ആണെങ്കിലും യൂറോപ്പിൽ ഒരു കൺട്രിയിലേക്കും വരാൻ നിൽക്കരുത്. ബിക്കോസ് നിങ്ങൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അത് എംബസിക്ക് അത് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഒരുപാട് പേര് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പോളണ്ടിലേക്കും യൂറോപ്പിലേക്കും വരുന്നത് കൊണ്ടിട്ട് അത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ തറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വിസ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്. സോ നിങ്ങൾ ഇതുപോലെ ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അത് അവർ പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ടൈം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവർ വീണ്ടും ഒന്നും കൂടി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കും. സോ ആ ഒരു ടൈമിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓക്കെ ആണെങ്കിൽ കൂടി ചിലപ്പോൾ അവർ മുന്നത്തെ റീസൺ വെച്ചിട്ട് നിങ്ങൾക്ക് റിജക്ഷൻ തരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും യൂറോപ്പിൽ എവിടെയാണെങ്കിലും നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയ്ക്കോ വർക്കിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.